ഇനി നമ്മൾ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ? ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ സിലിക്കോസിസ് ആണ്. സിലിക്ക ഡസ്റ്റിൻ്റെ കണ്ടിന്യൂസ് എക്സ്പോഷർ കൊണ്ട് ഫിബ്രോസിസും അതുപോലെ തന്നെ സീരിയസ് ലങ് ഡാമേജും ഉണ്ടാക്കുന്ന ഡിസീസാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽഷ്യം ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ സ്കെലറ്റൽ മസിൽ കൺട്രാക്ഷൻ ബിക്കോസ് ഇറ്റ്. കാൽഷ്യം ആണ് ട്രോപ്പോനിനെ ആക്റ്റിൻ ഫിലമെൻറ്റസ് ആക്റ്റിനിൽ നിന്ന് റിമൂവ് ചെയ്ത് actin binding site expose ചെയ്യുന്നത്. So here the correct option is bind to troponin to remove the masking of active site of an actin for myosin. That is correct. Next one, which of the following gastric cells indirectly help in erythropoiesis? എറിത്രോപോയിസിസ് എന്ന് പറയുന്ന RBC സെല്ലിൻ്റെ ഫോർമേഷനാണ്. ഇവിടെ പേരിയറ്റൽ സെൽ ഗ്യാസ്ട്രിക് സെല്ലാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് HCl-ഉം അതുപോലെ ഗ്യാസ്ട്രിക് ഇൻട്രിൻസിക് ഫാക്ടറുമാണ്. ഗ്യാസ്ട്രിക് ഇൻട്രിൻസിക് ഫാക്ടർ വിറ്റാമിൻ B12ൻ്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. വിറ്റാമിൻ B12 RBCയുടെ മെച്ചുറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദ പേരിയറ്റൽ സെൽസ് ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ടേക്കിംഗ് പാർട്ട് ഓർ ഹെൽപ്പിംഗ് ഇൻ എറിത്രോപോയിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഗിവൻ ഇൻ കോളം 1 വിത്ത് കോളം 2. ഫിബ്രിനോജൻ, blood clotting; globulin, defense mechanism; albumin, osmotic balance. So the second option is correct. Okay, so the next question, which of the following hormone can play a significant role in osteoporosis? ഓസ്റ്റിയോപോറോസിസിൽ സിഗ്നിഫിക്കൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത് ഈസ്ട്രജനും പാരാതൈറോയ്ഡ് ഹോർമോണുമാണ്. ഈസ്ട്രജൻ എൽഡർ ആവും തോറും ഈസ്ട്രജൻ്റെ അളവ് കുറയും. അതായത് മെനോപോസ് വരുമ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയും. ഈസ്ട്രജനൊരു ഫംഗ്ഷൻ ഉണ്ട്, ഈ ഓസ്റ്റിയോബ്ലാസ്റ്റിനെ എൻഹാൻസ് ചെയ്യാന്നുള്ള. ഓസ്റ്റിയോബ്ലാസ്റ്റ് ബോൺ ബിൽഡപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ മെനോപോസിൻ്റെ സമയത്ത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. അതേപോലെ പാരാതൈറോയ്ഡ് ഹോർമോൺ കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്നതാണ്. കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞാൽ അത് ബോണിൽ നിന്നാണ് ഈ കാൽഷ്യം എടുക്കുന്നത്. അതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസിന് അതും കാരണമാവും, പാരാതൈറോയ്ഡ് ഹോർമോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ? എപ്പിനെഫ്രിൻ ആണ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ. ദാറ്റ് ഈസ് തൈറോസിൻ ഡിറൈവ്ഡ് ഹോർമോൺ ആണ് കേട്ടോ. ഈസ്ട്രിയോൾ, ഈസ്ട്രാഡിയോൾ എന്ന് പറയുന്ന ലിപ്പിഡ് ഡിറൈവ്ഡ് ഹോർമോൺ ആണ്. എക്ടൈസിൻ എന്ന് പറയുന്നത് തൈറോക്സിനെ പോലത്തെ ഒരു ഹോർമോണാണ്. എക്ടൈസിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ മെറ്റാമോർഫോസിസ് ഇൻ ദ കേസ് ഓഫ് ഇൻസെക്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകറക്ട്ലി പെയർഡ് വൺ വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. മെഡുല ഒബ്ലോംഗേറ്റ കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ്. കറക്റ്റ്. കോർപ്പസ് കൊളോസം എ ബാൻഡ് ഓഫ് ഫൈബേഴ്സ് കണക്റ്റിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് cerebral hemispheres. Correct. Hypothalamus production of releasing hormone and regulating temperature, hunger and thirst. Correct. Limbic system consists of fiber tract that interconnect different regions of brain control movement. That is wrong. Limbic system, that is the inner part of the cerebral hemisphere. It is present both the side of the thalamus. Thalamusന്റെ രണ്ട് സൈഡിലും കാണുന്ന സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഉൾഭാഗത്തേക്ക് കാണുന്ന റീജിയനാണ് ലിംബിക് സിസ്റ്റം. അതിനകത്ത് അമൈഗ്ഡാല, ഹിപ്പോക്യാമ്പസും ആണ് ഉള്ളത്. അത് കൺട്രോൾ ചെയ്യുന്ന ഇമോഷൻസ്, മോട്ടിവേഷൻ, ലേണിംഗ്, മെമ്മറി, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ലിംബിക് സിസ്റ്റം ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്പെറന്റ് ലെൻസ് ഇൻ ഹ്യൂമൻ ഐ ഈസ് ഹെൽഡ് ഇൻ ഇറ്റ്സ് പ്ലേസ് ബൈ സസ്പെൻസറി ലിഗമെന്റും അതുപോലെ തന്നെ സിലിയറി ബോഡിയും കൂടി കൂടിയിട്ടാണ് അതിനെ അറ്റാച്ച് ചെയ്യുന്നത്. സോ ലിഗമെന്റ്സ് അറ്റാച്ച് ടു ദ സിലിയറി ബോഡി ദാറ്റ് വിൽ ഹോൾഡ് ദ ലെൻസ് ഇൻ ദ കറക്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following sets of example for divergent evolution, select the incorrect option. Forelimbs of man, bat and cheetah. ഇത് structurally ഒറിജിനും സ്ട്രക്ചറും ഒന്ന് തന്നെയാണ്. സോ ദിസ് ഈസ് ഹോമോലോഗസ്. അതുകൊണ്ട് തന്നെ അത് ഡൈവേർജന്റ് എവല്യൂഷൻ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഐ ഓഫ് ഒക്ടോപ്പസ്, ബാറ്റ് ആൻഡ് മാൻ. ദിസ് ഈസ് അനലോഗസ് സ്ട്രക്ചർ. സോ ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഹ്യൂമൻ ഐ അനലോഗസ് സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഡൈവേർജന്റ് എവല്യൂഷൻ. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. Brain of bat, man and cheetah. All vertebrates brain, it is homologous structure. Heart of bat, man and cheetah, or all vertebrate heart is homologous structure. So here we can see this is the correct option, second one. In which disease does mosquito transfer pathogen cause chronic inflammation of lymphatic vessel? That is elephantiasis. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന മൊസ്കിറ്റോ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിംസ് സ്വെല്ലാവും, ലോവർ ലിംസ് സ്വെല്ലാവും,
അതുപോലെ ജെനിറ്റൽ ഓർഗൻസിനും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? അൾസീമേഴ്സ് ഡിസീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ല. അൾസീമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ന്യൂറോൺസിൻ്റെ ഡീഗ്രഡേഷൻ ആണ്. അതുകൊണ്ട് അൾസീമേഴ്സ് ഡിസീസ് നടക്കുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് കൊണ്ടല്ല, ചില പ്രോട്ടീൻ്റെ ഡെപ്പോസിറ്റ് കൊണ്ടാണ് കേട്ടോ. സോറിയാസിസ് എന്ന് പറയുന്നത് ഓവർ ആക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. വിറ്റിലാഗോ, ഇത് രണ്ടും ഒരേ തരത്തിൽ ഏകദേശം ഒരേപോലത്തെ ഡിസീസാണ് കേട്ടോ. സോറിയാസിസ് എന്ന് പറയുന്നതും വിറ്റിലാഗോ എന്ന് പറയുന്നത് രണ്ട് സ്കിൻ ഡിസീസാണ്. റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് അത് നമ്മുടെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കുന്ന ഡിസീസാണ്, അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നെക്സ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് മിൽക്ക് ടു കേർഡ് ഇംപ്രൂവ് ഇറ്റ്സ് ന്യൂട്രീഷൻ വാല്യൂ ബൈ ഇൻക്രീസിംഗ് ദ amount of vitamin B12. വിറ്റാമിൻ B12 ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ lactose sugar, it will be converted to glucose and galactose. That means partial digestion it occurs. Next question, which of the following characteristic represent inheritance of blood group in human? ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിൽ ഡോമിനൻസ് കാണാൻ പറ്റും. കാരണം എ ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ട് IA സ്മോൾ ഐ കണ്ടീഷൻ ക്യാൻ ബി ദർ, IB സ്മോൾ ഐ കണ്ടീഷൻ ക്യാൻ ബി ദർ ഫോർ B ബ്ലഡ് ഗ്രൂപ്പ്. കോഡോമിനൻസ് is seen. IA-IB combination will give AB blood group. Both are dominating together. Multiple allelism we can see in a population, not in an individual. So these three characters it is present. Incomplete dominance is absent. Polygenic inheritance is also absent. That is a single gene inheritance. So the correct option is for A, B, C. Next question, the similarity of bone structure in the forelimb of many vertebrate is an example of homologous structure, homology. Next one, homology shows divergent evolution and common ancestry. Okay, next one, which of the following animal does not undergo metamorphosis? Earthworm will not undergo metamorphosis. പക്ഷേ ഈ സ്റ്റാർഫിഷിലും മോത്തിലും ടൂണിക്കേറ്റിലും നമുക്ക് മെറ്റാമോർഫോസിസ് കാണാൻ കഴിയും. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ത്രൂ ദ ലാർവൽ സ്റ്റേജ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദീസ് ആനിമൽ ഈസ് നോട്ട് എ ഹോമിയോതേം? അതായത് പോയിക്കിലോതെർമിക് ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ കോൾഡ് ബ്ലഡിലുള്ള ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാക്രോപസ്, സിറ്റാക്കുല, Camelus, Chelone. Chelone is a reptile. This is poikilothermic. Macropusum, Camelusum mammals and Sitacula, that is a bird. So mammals and birds, they are homeothermic. Which of the following features is used to identify a male cockroach from a female cockroach? Male cockroach and female cockroach തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് anal style ആണ്. So here it is caudal style. Next one, which of the following organism are known as chief producers in the ocean? ഓഷ്യനിലെ chief producers എന്ന് പറയുന്ന ഡയാറ്റംസ് വരുന്ന ക്രൈസോഫൈറ്റ്സിലാണ്. അതേപോലെ തന്നെ ഏകദേശം 50% ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ഡയാറ്റംസ് ആണ്. സിലിയേറ്റ് ഡിഫർ ഫ്രം ഓൾ അതർ പ്രോട്ടോസോവൻ. പ്രോട്ടോസോവയിൽ സിലിയേറ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് നമ്മൾ പാരമീഷ്യയാണ്. പാരമീഷ്യത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന മൈക്രോന്യൂക്ലിയസും മാക്രോന്യൂക്ലിയസും ആണ്. സോ ഹിയർ മൈക്രോന്യൂക്ലിയസ് ഇറ്റ് കൺട്രോൾ ദ ജനറ്റിക് ആക്ടിവിറ്റി, മീൻസ് ഫോർ ദ അവരുടെ ക്യാരക്ടേഴ്സ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യാനും, അതുപോലെ മാക്രോന്യൂക്ലിയസ് ബാക്കി ചില ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനുമാണ്. സോ ഹിയർ ഹാവിംഗ് 2 types of nucleus, that is the correct option. Next one, identify the vertebrate group of animal characterized by crop and gizzard. Cropum gizzardum ഉള്ളത് birdsലാണ്. So here it is apes. The amnion of mammalian embryo is derived from, amnion എന്ന് പറയുന്നത് embryonal membrane ആണ്, that is derived from the ectoderm and mesoderm. Then hormones secreted by the placenta to maintain pregnancy are, pregnancy maintain ചെയ്യാൻ വേണ്ടി പ്ലാസന്റയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള human chorionic gonadotropin, human placental lactogen, progesterone and estrogen. So here HCG, HPL, progesterone, estrogen. Third option is correct. Next question, the contraceptive Saheli, that how it works they are asking. Okay, it blocks estrogen receptors in the uterus, preventing egg from getting implanted. Correct. ഇത് ഓവത്തിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യല്ല ചെയ്യുന്നത്. ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ്, യൂട്രസിലെ ഈസ്ട്രജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും, എഗ്ഗിനെ ഇംപ്ലാന്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. അതായത് എംബ്രിയോനെ ഇംപ്ലാന്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് സഹേലി ഒരു നോൺ സ്റ്റിറോയിഡൽ പില്ലാണ്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഉള്ള ഒരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമിയേഷൻ. സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത് സ്പെർമാറ്റിഡിൽ നിന്ന് സ്പെർമാറ്റോസോവ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നതും, സ്പെർമിയേഷൻ എന്ന് പറയുന്നത് സ്പെർമാറ്റോസോവ സെർട്ടോളി സെൽസിന്റെ ഇടയിൽ നിന്ന് റിലീസായി പോരുന്നതാണ്. സോ സ്പെർമിയോജനസിസ് is spermatozoa form, while the spermiation, spermatozoa released from the Sertoli cells into the cavity of seminiferous tubules. So second option is correct.
Next one, in a growing population of a country, growing population എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരുന്നോളൂ, ആ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ കൂടുതലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ ആർ മോർ ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, match the column 1 with column 2. Eutrophication. Eutrophication എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റിനെയാണ്. സാനിറ്ററി ലാൻഡ്ഫിൽ ഈസ് നത്തിങ് ബട്ട് വേസ്റ്റ് ഡിസ്പോസൽ. സ്നോ ബ്ലൈൻഡ്നസ് that is due to UVB radiation. Jam cultivation lead to deforestation. So the correct option is 3. Next one, which part of the poppy plant is used to obtain the drug smack? Smack is nothing but diacetylmorphine that is obtained from the latex of poppy plant. Next one, which one of the following population interaction is widely used in medical science for the production of antibiotics? Antibiotics and bacteria interaction, that is amensalism. Amensalism in which one of the organism will be negatively affected and the other organism will be neutrally affected. Example for this is penicillium producing penicillin with staphylococcus. Staphylococcus is negatively affected and penicillium notatum, it does not have any effect. Next question, all of the following are included in ex situ conservation except wildlife safari park ex situ conservation and seed bank ex situ conservation and botanical garden ex situ conservation and sacred groves are in situ conservation. Next question, match the items given in column 1 with column 2. Glycosuria means presence of glucose in urine. Gout means accumulation of uric acid in the joints. Renal calculi means the mass of crystallized salts within the kidney. Glomerular nephritis means inflammation in glomeruli. So the correct option is 2. Easy ആയിട്ടുള്ള questions ആണ്. Match the items given in column 1 with those in column 2 and select the correct options given. Ultrafiltration, it occurs in the Malpighian corpuscle. Concentration of urine, it occurs in Henle's tube. Transport of urine occurs through ureter. Storage of urine in urinary bladder. So the correct option is 4. Next question, a woman has an X-linked condition on one of her X chromosome. This chromosome can be inherited by ഒരു വുമൻ്റെ XX കോമ്പിനേഷൻ, അത് മെയിലിലേക്കും പോവാം ഫീമെയിലിലേക്കും പോവാം. So this can be transmitted to both male and female, both son and daughters. Next question, AGG, TA, TCG, CAT is a sequence from the coding strand of a gene. What will be the corresponding sequence of the transcribed mRNA? നമുക്കിവിടെ കോഡിംഗ് സ്ട്രാൻഡ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ കോഡിംഗ് സ്ട്രാൻഡിലെ ടി മാത്രം മാറ്റി അതിനെ യു വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? mRNA സ്ട്രാൻഡ് കിട്ടും. അതേസമയം ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതണം. സോ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴും യു എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി AGG, UA, UCG, CAU. That is the correct sequence. So first option is correct. Next one, match the items given in column 1 with those in column 2 and select the correct option given below. Proliferative phase, that is follicular phase. Secretory phase, that is luteal phase. Menstruation, breakdown of endometrial lining. So here 3 is the correct option. According to Hugo de Vries, the mechanism of evolution is, Hugo de Vries പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ a sudden mutation or a large mutation that lead to variation and evolution എന്നാണ് പറഞ്ഞത്. ആ ലാർജ് മ്യൂട്ടേഷനെ അറ്റ് എ ടൈം നടക്കുന്ന ലാർജ് മ്യൂട്ടേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാൾട്ടേഷൻ എന്നാണ്. സോ സാൾട്ടേഷൻ ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ പാർട്ട് ഓഫ് ആൻ ഓപ്പറോൺ എക്സെപ്റ്റ്. ഓപ്പറോണിന്റെ പാർട്ടാണ് ഓപ്പറേറ്ററും പ്രൊമോട്ടറും സ്ട്രക്ചറൽ ജീനും. എൻഹാൻസർ ഓപ്പറേറ്ററിന്റെ ഓപ്പറോണിന്റെ പാർട്ടല്ല. സോ എൻഹാൻസർ ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഓപ്പറോൺ. Next question, which of the following events does not occur in rough endoplasmic reticulum? Rough endoplasmic reticulum നടക്കാത്തത് protein folding നടക്കും. Phospholipid synthesis നടക്കുന്ന smooth endoplasmic reticulum. So this is the correct answer. Cleavage of signal peptide, that will occur. Protein glycosylation അതും നടക്കും. Next one, which of these statement is incorrect? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Enzyme of TCA cycle are present in mitochondrial matrix. Krebs cycle enzyme matrixലാണ്. Oxidative phosphorylation take place in outer mitochondrial membrane. No, inner mitochondrial membrane ആണ്. Glycolysis operate as long as it supply with NAD+ that can pick up hydrogen atom. Correct. NAD+ available ആവുന്നിടത്തോളം glycolysis നടന്നുകൊണ്ടിരിക്കും. Glycolysis occurs in cytosol or cytoplasm. That is also correct. So 2 is the wrong option here.
So 2 is the answer. Select the incorrect match. ഇതിനകത്ത് തെറ്റായിട്ടുള്ള മാച്ച് ഏതാണെന്നാണ്. ലാംബ്രേഷ് ക്രോമസോം ഈസ് സീൻ ഇൻ ഡിപ്ലോട്ടീൻ ബൈവാലന്റ് സ്റ്റേജ്. ലാംബ്രേഷ് ക്രോമസോം കാണുന്നത് ആംഫീബിയൻസിന്റെ oocytes-ലാണ് കേട്ടോ. പോളിത്തീൻ ക്രോമസോം ദാറ്റ് ഈസ് ഇൻ oocyte ഓഫ് ആംഫീബിയൻസ് ഇറ്റ് സീംസ്. ഇത് തെറ്റാണ്. ഇത് ശരിയാണ് കേട്ടോ. ലാംബ്രേഷ് ക്രോമസോം ഡിപ്ലോട്ടീൻ ബൈവാലന്റ് സ്റ്റേജിൽ അറസ്റ്റ് ആയിരിക്കുന്നതാണ്. പോളിത്തീൻ ക്രോമസോം കാണുന്നത് ഇൻസെക്ട്സിന്റെ സലൈവറി ഗ്ലാൻഡിലാണ്. oocytes ഓഫ് ആംഫീബിയൻസ് അല്ല. oocytes ഓഫ് ആംഫീബിയൻസിൽ ലാംബ്രേഷ് ക്രോമസോം ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. സബ്മെറ്റാസെൻട്രിക് ക്രോമസോമിന് എൽ ഷേപ്പ് ആയിരിക്കും. അലോസോംസ് എന്ന് പറയുന്ന സെക്സ് ക്രോമസോമിന്. അതൊക്കെ ശരിയാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം ഡിസ്ക്രൈബ് ഹ്യൂമൻ ഡെന്റീഷൻ. ഹ്യൂമൻ ഡെന്റീഷൻ എന്ന് പറയുന്നത് വി ആർ തീക്കോഡോണ്ട്, ഹെറ്ററോഡോണ്ട് ആൻഡ് ഡിഫിയോഡോണ്ട്. നമ്മുടെ ജോയിന്റ് സോക്കറ്റിന്റെ ഉള്ളിലാണ് പല്ലിരിക്കുന്നത്. ഡിഫിയോഡോണ്ട് നമുക്ക് 2 സെറ്റ് പല്ല് വരും. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകളെല്ലാം വേറെ വേറെ തരത്തിലുള്ളതാണ്. ഹെറ്ററോഡോണ്ട് ആണ്. നിസൽ ബോഡീസ് ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ്. നിസൽ ബോഡീസ് കാണുന്ന ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സിലും സെൽ ബോഡിയിലുമാണ്. അത് ഫ്രീ റൈബോസോംസും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. ഇവരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനി റൈബോസോംസ് മേ അസോസിയേറ്റ് വിത്ത് എ സിംഗിൾ mRNA to form multiple copies of a polypeptide simultaneously. Such strings of ribosomes are termed as polysomes. Polysomes എന്ന് പറയാം, പോളിറൈബോസോം എന്ന് പറയാം, എർഗോസോം എന്ന് പറയാം. ഇത് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. Next question, match the item given in column 1 with column 2. Tricuspid valve. Tricuspid valve കാണുന്നത് റൈറ്റ് ഏട്രിയയുടെ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലാണ്. ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ബൈക്കസ്പിഡ് വാൽവ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലാണ്. സോ സെമി ലൂണാർ വാൽവ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ റൈറ്റ് വെൻട്രിക്കിളിന്റെയും പൾമനറി ആർട്ടറിയുടെയും അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും അയോർട്ടയുടെയും ഇടയിലായിട്ടാണ് കാണുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 1. Next question, match the items given in column 1 with those in column 2 and select the correct options given below. Column 1, tidal volume is 500 to 550 ml. Inspiratory reserve volume it is 2500 to 3000 ml. Expiratory reserve volume that is 1000. Expiratory reserve volume it is 1000 to 1100 ml. Residual volume it is 1100 to 1200 ml. So the correct option is 4. Next question, which of the following options correctly represent the lung condition asthma and emphysema? ആസ്മയിൽ ബ്രോങ്കിയോളിൽ ഇൻഫ്ലമേഷൻ നടക്കും. എംഫിസീമയിൽ ആൽവിയോളസിന്റെ ഡാമേജ് നടക്കുന്നുണ്ട്. ആൽവിയോളസിന്റെ സർഫസ് ഏരിയ കുറഞ്ഞു പോകും. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഇൻഫ്ലമേഷൻ ഇൻ ബ്രോങ്കിയോൾ ഡിക്രീസ് ദ റെസ്പിറേറ്ററി സർഫസ്. സോ ഈ ആസ്മ സാധാരണ ഉണ്ടാകുന്ന അലർജിക് റെസ്പോൺസിന്റെ ഭാഗമായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേജ് ഡ്യൂറിംഗ് വിച്ച് ദ സെപ്പറേഷൻ ഓഫ് പെയർഡ് ഹോമോലോഗസ് ക്രോമസോം ബിഗിൻസ്. ഹോമോലോഗസ് ക്രോമസോമിന്റെ സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ്. ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് നമ്മൾ കയാസ്മേറ്റ ഫോർമേഷൻ അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് ആയി പോകുമ്പോൾ റീകോമ്പിനേഷൻ നടന്ന ഭാഗത്ത് ഒരു എക്സ് ഷേപ്പ് കാണുന്നത്. ടോട്ടൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് സൈഗോട്ടീൻ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് ആണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രോഫേസ് 1ന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ന്യൂക്ലിയോളസ്. ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന റൈബോസോമൽ RNA സിന്തസിസിന്റെ സൈറ്റാണ്. അത് ഡെൻസ്ലി സ്റ്റെയിൻഡ് റീജിയൻ ഇൻ ദ ന്യൂക്ലിയസ് ആയിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, സ്റ്റൊമേറ്റൽ മൂവ്മെന്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ. സ്റ്റൊമേറ്റൽ മൂവ്മെന്റ് അഫക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും കാർബൺ ഡൈ ഓക്സൈഡും ലൈറ്റും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നോട്ട് അഫക്റ്റഡ് ബൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ. ദിസ് ഈസ് റൈറ്റ്. Next one, which among the following is not a prokaryote? Saccharomyces is a eukaryote. So this is wrong. Oscillatoria, nostoc ഇത് രണ്ടും cyanobacteria ആണ്. True bacteria ആണ്. Mycobacterium is also a bacteria, smallest bacteria. Next one, which of the following is not a product of light reaction or photosynthesis? ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് അല്ലാത്തത് NADH ആണ്. NADPH ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, ATP ഉണ്ടാവും. So here NADH is the correct option. Stomata in grass leaf are. Grass leaf എന്ന് പറയുന്ന monocotyledonous plantsന്റെ stomatയുടെ ഷേപ്പ് ഡംബെൽ ഷേപ്പ് ആയിരിക്കും. So 1 is the correct option. The Golgi complex participate in. Golgi complex എന്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിങ് ഓർ ഡിസ്പാച്ചിങ് ഓർഗനൽ ആണ്. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സിന്തസൈസ് ചെയ്യുന്നതിനെയൊക്കെ മോഡിഫൈ ചെയ്ത് ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്ന റീജിയൻ ആണ് ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. So here we can say formation of secretory vesicle. Fatty acid breakdown, no. Activation of amino acid, no. Respiration in bacteria, no. Formation of secretory vesicle, that is the Golgi apparatus one function.
ഇനി the two functional group characteristic of sugar are functional groups characteristic of sugar are ഷുഗറിലെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് കാർബണൈൽ ഗ്രൂപ്പും ഒന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. Next one, a new variety of rice was patented by foreign company, though such varieties have been present in India for a long time. This is related to basmati. basmati നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ബസ്മതിനെ ജസ്റ്റ് സെമി ഡ്വാർഫ് വെറൈറ്റി ആയിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച് അവർ പേറ്റൻസി റിസീവ് ചെയ്തു. അത് ചെയ്തത് അമേരിക്ക. നെക്സ്റ്റ് വൺ, സെലക്ട് ദ കറക്റ്റ് മാച്ച്. റൈബോസൈം ന്യൂക്ലിക് ആസിഡ്. അതെ, റൈബോസൈം എന്ന് പറയുന്ന RNA ആണ്. ഗ്രിഗർമെന്റൽ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഗ്രിഗർമെന്റൽ ഫാദർ ഓഫ് ജെനറ്റിക്സ് ആണ്. TH മോർഗൻ ട്രാൻസ്ഡക്ഷൻ അല്ല, ദാറ്റ് ഹി ഫൗണ്ട് ഔട്ട് ലിങ്കേജ്. F2 ക്രോസ് വിത്ത് റിസസീവ് പാരന്റ്, ഡൈഹൈബ്രിഡ് ക്രോസ് അല്ല. F1 ക്രോസ് വിത്ത് റിസസീവ് പാരന്റ് ആണ്, ടെസ്റ്റ് ക്രോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is commonly used as a vector for introducing a DNA fragment in human lymphocytes? ആനിമൽസിലെ DNA fragment ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിട്രോവൈറസ് വഴിയാണ്. അപ്പോൾ റിട്രോവൈറസ് is the correct option. Next one, in India, the organization responsible for assessing the safety of introducing genetically modified organisms for public use is Genetic Engineering Approval Committee ആണ്. ഇവിടെ അപ്രൈസൽ കമ്മിറ്റി എന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ വേറെ ഒന്നും മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്രൈസൽ കമ്മിറ്റി എന്ന് എഴുതാൻ. ശരിക്കും അപ്രൈസൽ കമ്മിറ്റി അല്ല, അപ്രൂവൽ കമ്മിറ്റിയാണ് കേട്ടോ. അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഇൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിനാച്ചുറേഷൻ നടക്കും, പിന്നെ പ്രൈമർ വന്ന് അനീൽ ചെയ്യും, പിന്നെ അതിന്റെ എക്സ്റ്റൻഷൻ നടക്കും. സോ ഹിയർ വി ക്യാൻ സേ ഡിനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. Next question, use of bioresources by multinational companies and organization without authorization from the concerned country and its people are called as biopiracy. Biopiracy എന്ന് പറഞ്ഞാൽ നമ്മൾ അതോറിറ്റി ഇല്ലാതെ സ്റ്റീൽ ചെയ്ത് വേറൊരു കൺട്രിയിൽ നിന്ന് ബയോ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിനാണ് ബയോപൈറസി എന്ന് പറയുന്നത്. ബയോ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ചില ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ട് വേസ്റ്റിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കളയുന്ന ബയോ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിങ്ഡ് പോളൻ ഗ്രെയിൻസ് ആർ പ്രസന്റ് ഇൻ. വിങ്ഡ് പോളൻ ഗ്രെയിൻസ് പൈനസിലാണ് കാണുന്നത്. പൈനസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് വിങ്ഡ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആഫ്റ്റർ കാരിയോഗാമി ഫോളോഡ് ബൈ മിയോസിസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി in. സ്പോർസ് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാകുന്ന സ്പോർട്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബസിഡിയോമൈസിറ്റ്സിലാണ്. അപ്പോൾ അത് ബസിഡിയോമൈസിറ്റ്സിന് എക്സാമ്പിൾ ഏതാന്ന് നോക്കിയാൽ മതി. അപ്പോൾ ദ സ്പോർസ് വിച്ച് ഇസ് പ്രൊഡ്യൂസ് എക്സോജീനസ്ലി ഇൻ ബസിഡിയോമൈസിറ്റ്സ്, എൻഡോജീനസ്ലി ഇൻ ആസ്കോമൈസിറ്റ്സ്. ഓക്കെ, സോ ഹിയർ അതേപോലെ തന്നെ ആഫ്റ്റർ കാരിയോഗാമി ഫോളോഡ് ബൈ മിയോസിസ്, കാരിയോഗാമി കഴിഞ്ഞതിന് ശേഷം മിയോസിസ് വഴി അങ്ങനെ പറയാം. അപ്പോൾ ഡൈകാരിയോട്ടിക് ഫേസ് ഉള്ളതും എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ന്യൂറോസ്പോറ എന്ന് പറഞ്ഞാൽ ആസ്കോമൈസിസ് ആണ്, സക്കറോമൈസിസ് ആസ്കോമൈസിസ് ആണ്, അഗാരിക്കസ് ബസിഡിയോമൈസിസ് ആണ്, ഓൾട്ടർനേറിയ വന്നിട്ട് ഡ്യൂട്രോമൈസിസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വന്ന് അഗാരിക്കസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് റോങ്ലി മാച്ച്ഡ്? യൂണിഫ്ലാജലേറ്റ് ഗമീറ്റ് പോളിസിഫോണിയ. പോളിസിഫോണിയ എന്ന് പറയുന്ന റെഡ് ആൽഗയിൽ വരുന്ന, റെഡ് ആൽഗെ ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ കംപ്ലീറ്റ്ലി. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. റെഡ് ആൽഗെ നോൺ മോട്ടൈലാന്ന് ഓർത്തിരിക്കുക. റെഡ് ആൽഗയ്ക്ക് ഒരു സ്ട്രക്ചറും മോട്ടൈൽ ആയിട്ടില്ല. യൂണിസെല്ലുലാർ ഓർഗാനിസം ക്ലോറല്ല, കറക്റ്റ്. ഗമാകപ്പ് ഈസ് പ്രസന്റ് ഇൻ മർക്കാൻഷ്യ, കറക്റ്റ്. ബഡിങ് നടക്കുന്ന ഗമാകപ്പിലുള്ള ഗമാസ് വഴിയാണ്. ബൈഫ്ലാജലേറ്റ് ജൂസ്പോസ് ആർ പ്രസന്റ് ഇൻ ബ്രൗൺ ആൽഗെ, കറക്റ്റ്. Next question, match the items given in column 1 with those in column 2 and select the correct option. Herbarium. Herbarium എന്ന് പറയുന്നത് is a place where dried and pressed plant specimen mounted on sheet are kept. This is correct. Key is nothing but a booklet containing a list of characters and their alternates which are helpful in identification of various taxa. Correct. Museum, it is a place having collection of preserved plants and animals. Catalogue, a list that enumerate methodically all the species found in an area with a brief description aiding identification. That is correct. So here the second option is correct. Next question, what is the role of NAD+ in cellular respiration? Cellular respiration le oxidative phosphorylation നടക്കുന്നത് NAD+ നെ കൊണ്ടാണ്. അത് NAD+ ആണ് NADH ഫോമിൽ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്നത്. So here we can see the correct option is it functions as an electron carrier. That is correct. Oxygen is not produced during photosynthesis by. photosynthesis ലെ oxygen produce ചെയ്യാത്തത് green sulfur bacteria അവർ produce ചെയ്യുന്ന സൾഫർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് സിംഗമി ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷനാണ്. സിംഗമി ഇറ്റ് ഒക്കേഴ്സ് വിത്ത് എഗ് ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇറ്റ് ഒക്കേഴ്സ് വിത്ത് പോളാർ ന്യൂക്ലിയർ.
Okay, next question. So here the correct option is 2. Next question, in which of the following form is iron absorbed by plants? Plants iron absorb ചെയ്യുന്ന ferric iron ഫോമിലാണ്. Next question, which of the following elements are responsible for maintaining the turgidity in cell? Potassium, chloride ഒക്കെയാണ് majorly turgidity maintain ചെയ്യുന്നത്. So here it is potassium. Next question, which one of the following plants show a very close relationship with species of moth where none of the two can complete its life cycle without the other? Moth and Euxa, because Euxa പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഉള്ളിലാണ് അത് മുട്ടയിടുന്നതും ആ ഫ്ലവറിൻ്റെ ഓവറി ഡെവലപ്പ് ആകുമ്പോൾ ഓവറി എന്നുള്ള ആ ഫ്രൂട്ട് ആണ് അതിൻ്റെ ലാർവ തിന്നുന്നതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ്. അതുപോലെ തന്നെ ആ മൂത്തിന് മാത്രമാണ് യുക്സ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, കാരണം അതൊരു ഇൻഫ്ലോറസെൻസ് ആണ്, അതൊരു പൂക്കുലയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന യുക്സയാണ്. അവിടെ പോളിനേഷൻ നടക്കാൻ യുക്സ ഉള്ളത് കൊണ്ടാണ് പോളിനേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ സെവറൽ ഇയേഴ്സ് ഇൻ ലിക്വിഡ് നൈട്രജൻ ഹാവിംഗ് ടെമ്പറേച്ചർ ഓഫ് ക്രയോ പ്രിസർവേഷൻ. അതാണ് ഇവിടെ നടത്തുന്നത് -196°C ടെമ്പറേച്ചർ. വാട്ട് ഈസ് നിഷ്? നിഷ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഹാബിറ്റാറ്റ് ഓഫ് ആൻ ഓർഗാനിസം ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ദ ഫങ്ഷണൽ റോൾ പ്ലേഡ് ബൈ ദ ഓർഗാനിസം വെയർ ഇറ്റ് ലിവ്സ്. ഫങ്ഷണൽ ഹാബിറ്റാറ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി പൊല്യൂട്ടൻറ്റ്? ഇവിടെ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓസോൺ ആണ്. O3 ഫോം ചെയ്യുന്നത് നൈട്രിക് ഓക്സൈഡ് പോലത്തെ ചില ഓക്സൈഡ്സും അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് ഒക്കെ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട്, ലോവർ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ആയതുകൊണ്ടാണ് നമ്മളതിനെ O3 ഒരു സെക്കൻഡറി പൊല്യൂട്ടൻറ്റ് എന്ന് പറയാൻ കാരണം. വേൾഡ് ഓസോൺ ഡേ, അത് 16th September ആണ് വേൾഡ് ഓസോൺ ഡേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്ട്രാറ്റോസ്ഫിയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ഡിഗ്രഡേഷൻ of ozone and release the molecular oxygen? Chloride. ക്ലോറോഫ്ലൂറോ കാർബണിൽ നിന്നുള്ള ക്ലോറൈഡ് അയോൺ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ആ ഓസോണിനെ ഡിസോസിയേറ്റ് ചെയ്ത് O2 OU ആക്കി മാറ്റുകയും ചെയ്യും. വാട്ട് ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് വുഡ് ബി ഒബ്റ്റെയിൻ വിത്തിൻ ദ ഫോളോയിങ് ഡാറ്റ? സെക്കൻഡറി കൺസ്യൂമേഴ്സ് 120 gram, പ്രൈമറി കൺസ്യൂമർ 60 gram, പ്രൈമറി പ്രൊഡ്യൂസർ 10 gram. ഇവിടെ ബയോമാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൈമറി പ്രൊഡ്യൂസർ ഏറ്റവും കുറവാണ്. സോ ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ്. കാരണം ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഈ 10 gram എന്നുള്ളത് ഇവിടെ വരും, 60 gram എന്നുള്ളത് ഇവിടെ വരും, 120 gram എന്നുള്ളത് ഇവിടെ വരും. കാരണം ഇതാണ് പ്രൊഡ്യൂസർ, ഇത് പ്രൈമറി കൺസ്യൂമർ, ഇത് സെക്കൻഡറി കൺസ്യൂമർ. പ്രൊഡ്യൂസർ മുതലാണ് എഴുതി തുടങ്ങേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേറ്റാലിറ്റി റെഫേഴ്സ് ടു. നേറ്റാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബർത്ത് ആണ് അല്ലേ, ബർത്ത് റേറ്റ്. Next one, which of the following has proved helpful in preserving pollen as fossil? Pollen grains fossils ആയിട്ട് റിമെയിൻ ചെയ്യാനുള്ള കാരണം നോൺ ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള സ്പോറോപൊള്ളനിൻ അല്ലെങ്കിൽ എക്സൈൻവോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following pairs is wrongly matched? Starch synthesis in P, multiple alleles. No. Starch synthesis in P, it is by only 2 allele. മൾട്ടിപ്പിൾ അലീലിസം അവിടെ കാണുന്നില്ല. ഇനി സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പി വേണമെങ്കിൽ പ്ലിയോട്രോപ്പിക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് സ്റ്റാർച്ച് സിന്തസിസ് ചെയ്യുന്ന ആ ഒരു ജീൻ വന്നിട്ട് വേറെ ക്യാരക്ടർ, അതായത് എത്ര ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൈപ്പ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് വലിയ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബി ജീൻ വിച്ച് വിൽ ഹെൽപ്പ് ഇൻ സ്റ്റോറിങ് ദ സ്റ്റാർച്ച് ഇൻ എ ഗ്രെയിൻ. അപ്പോൾ അതിനകത്ത് ആ ബി ജീൻ ക്യാപിറ്റൽ ബി കണ്ടീഷൻ വന്നാൽ വലിയ റൗണ്ട് ഷേപ്പുള്ള സീഡ് ഉണ്ടാവും. ക്യാപിറ്റൽ ബി സ്മോൾ ബി കണ്ടീഷൻ വന്നാൽ ചെറിയ മീഡിയം സൈസുള്ള ഒരു റൗണ്ട് ഷേപ്പുള്ള സീഡ് ഉണ്ടാവും. ആ സ്മോൾ ബി കണ്ടീഷൻ ആണെങ്കിൽ റിങ്കിൾ ഷേപ്പുള്ള സീഡ് ഉണ്ടാവും. അപ്പോൾ അത് വലുത് റൗണ്ട് എന്ന് പറഞ്ഞാൽ സൈസും ഷേപ്പും നിശ്ചയിക്കുന്നത് ഈ പറയുന്ന എന്താണ് ബി ജീനാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നേ കൂടുതൽ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന സിംഗിൾ ജീനാന്ന് പറയാം. പ്ലിയോട്രോപ്പിസം ഈസ് സീൻ ഇൻ ദിസ്. ഓക്കെ, TH മോർഗൻ ലിങ്കേജ് കറക്റ്റ് ആണ്. എക്സോ ടൈപ്പോ സെക്സ് ഡിറ്റർമിനേഷൻ ഗ്രാസ് ഹോപ്പർ കറക്റ്റ് ആണ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗിൽ നമുക്ക് കോഡോമിനൻസ് കാണാൻ കഴിയും, അതും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് മാച്ച്. അലക് ജെഫ്രി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ല, DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചയാളാണ് അലക് ജെഫ്രീസ്. ഫ്രാൻകോയിസ് ജേക്കബ് ആൻഡ് ജേക്കബ്സ് മൊണാഡ്. ലാക്കോപ്രോൺ എക്സ്പ്ലെയിൻ ചെയ്ത് ജേക്കബും മൊണാഡും കൂടിയിട്ടാണ്. അതേപോലെ മാത്യു മിസൽസൺ ആൻഡ് സ്റ്റാൾ പൈസം സറ്റൈവം അല്ല, അവരെ ചെയ്തത് DNA റിപ്ലിക്കേഷൻ എക്സ്പെരിമെന്റ്, സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആൽഫ്രഡ് ഹർഷി ആൻഡ് മാർത്ത ചേസ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചതാണ് അവർ. ടൊബാക്കോ മൊസൈക് വൈറസ് കണ്ടുപിടിച്ചത് അവരല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DJ ഇവാനോസ്കു ആണ് കേട്ടോ ടൊബാക്കോ മൊസൈക് വൈറസ് ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ്
അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ 2 ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലവേഴ്സ് only once in its lifetime? മോണോകാർപ്പിക് ആയിട്ടുള്ളത് ബാംബൂ സ്പീഷീസ് മോണോകാർപ്പിക് ആണ്. ബാംബൂ സ്പീഷീസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫ്രാങ്ക്ലിൻ സ്റ്റാൾ കോയിൻ ദ ടേം ലിങ്കേജ്. അല്ല, TH മോർഗൻ ആണ് ലിങ്കേജ് കോയിൻ ചെയ്തത്. അതേപോലെ ട്രാൻസ്ഡക്ഷൻ വാസ് ഡിസ്കവേർഡ് ബൈ എസ് ആൾസ്മാൻ. അല്ല, ട്രാൻസ്ഡക്ഷൻ ഡിസ്കവേർഡ് ചെയ്ത് നോർട്ടൺ സിൻഡർ എന്ന സയൻറ്റിസ്റ്റ് ആണ്. സ്പ്ലൈസിയോസോം ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്ലേഷനിൽ സ്പ്ലൈസിയോസോം ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. സ്പ്ലൈസിയോസോം ടേക്ക് പാർട്ട് ചെയ്യുന്നത് സ്പ്ലൈസിംഗ് മെക്കാനിസത്തിലാണ്. പന്നറ്റ് സ്ക്വയർ വാസ് ഡെവലപ്ഡ് ബൈ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ്. അതെ, റെജിനാൾഡ് പന്നറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ്. Next question. So here the correct option is 4. Next question. Offsets are produced by. Offsets produce ചെയ്യുന്നത് അതൊരു asexual method of reproduction ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. Offset, it is seen in the case of water hyacinth, the pistia. അതായത് ഇന്റർനോഡൽ ലെങ്ത് വളരെ ചെറുതായിട്ടുള്ള ഓരോ നോഡൽ റീജിയനിൽ നിന്നും റൂട്ട് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യും. അതൊരു സബ്വേരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ്. വാട്ടർ ഹയാസിന്തിൻ്റെ കേസിലൊക്കെ ലാർജ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവാൻ കാരണം ഈ ഓഫ്സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ. ദ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഫോർ സെമി കൺസർവേറ്റീവ് replication of DNA was first shown in Escherichia coli bacteria. കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. സെൽ വോൾ ഈസ് പ്രസന്റ് ഇൻ മെമ്പേഴ്സ് ഓഫ് ഫംഗൈ ആൻഡ് പ്ലാന്റ്. കറക്റ്റ്. ഫംഗൈയുടെ സെൽ വോള് കൈറ്റിൻ കൊണ്ടും പ്ലാന്റയുടെ സെൽ വോള് സെല്ലുലോസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൈറ്റോകോൺട്രിയ ആർ ദ പവർ ഹൗസ് ഓഫ് ദ സെൽ ഇൻ ഓൾ കിങ്ഡം എക്സെപ്റ്റ് മൊണീറ. കറക്റ്റ്. മൈറ്റോകോൺട്രിയ എല്ലാ സെൽസിൻ്റെ അകത്തെയും പവർ ഹൗസ് ആണ്. മൊണീറൻസിൽ മൈറ്റോകോൺട്രിയ ഇല്ല. സ്യൂഡോപോഡിയ ആർ ലോക്കോമോട്ടറി ആൻഡ് ഫീഡിംഗ് സ്ട്രക്ചർ ഇൻ സ്പോറോസോവൻ. സ്പോറോസോവനിലല്ല സ്യൂഡോപോഡിയ കാണുക. അമീബോയിഡ് പ്രോട്ടോസോവയിലാണ് സ്യൂഡോപോഡിയ ഉണ്ടാവുക. സ്പോറോസോവൻസിൽ സ്യൂഡോപോഡിയ ഇല്ല. അവർക്ക് ലോക്കോമോട്ടറി ഓർഗനും ഇല്ല. മഷ്റൂംസ് ബിലോങ്സ് ടു ബസിഡിയോമൈസിറ്റ്സ്. കറക്റ്റ്. So here the correct option is 3. Next question. Casparian strips occurs in. Casparian strip കാണുന്ന എൻഡോഡെർമിസിലാണ്. Next question. Which of the following statement is correct? Ovules are not enclosed by ovary wall in gymnosperm. Correct. Stems are usually unbranched in both cycas and citrus. Citrusലൊക്കെ സ്റ്റെം ബ്രാഞ്ച്ഡ് ആണ്. ഹോഴ്സ്റ്റെയിൽ ആർ ജിംനോസ്പേം. ഹോഴ്സ്റ്റെയിൽ എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ് ആണ്. സെലാജിനെല്ല ഈസ് ഹെട്രോസ്പോറസ് വൈൽ സാൽവീനിയ ഈസ് ഹോമോസ്പോറസ്. രണ്ടും ഹെട്രോസ്പോറസ് ആണ്. സെലാജിനെല്ല സാൽവീനിയ ഇതൊക്കെ ഹെട്രോസ്പോറസ് ആണ്. അസോള ഈസ് ഓൾസോ ഹെട്രോസ്പോറസ് ടൈപ്പ് ഓഫ് ടെറിഡോഫൈറ്റ്. അതാണ് സീഡ് ഹാബിറ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ന്യൂമാറ്റോഫോഴ്സ് ഒക്കേഴ്സ് ഇൻ. ന്യൂമാറ്റോഫോഴ്സ് കാണുന്നത് ഹാലോഫൈറ്റ്സിലാണ്. അതായത് മാർഷി ഏരിയയിൽ വളരുന്ന പ്ലാന്റ്സിലാണ് ന്യൂമാറ്റോഫോഴ്സ് കാണുന്നത്. അത് റൂട്ടിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഫോർ ദ റെസ്പിറേഷൻ പർപ്പസ്. സ്വീറ്റ് പൊട്ടറ്റോ ഇസ് എ മോഡിഫൈഡ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന അഡ്വൻറ്റേഷ്യസ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷനാണ്. ഇനി ട്യൂബറസ് റൂട്ടിൻ്റെ ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷനാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പം ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റും ഹോമോലോഗസ് സ്ട്രക്ചർ ആണോ അനലോഗസ് സ്ട്രക്ചർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് അനലോഗസ് സ്ട്രക്ചർ ബിക്കോസ് സ്വീറ്റ് പൊട്ടറ്റോ ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് ആൻഡ് ദ ക്യാരറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ടാപ്പ് റൂട്ട്. ഇനി അഡ്വൻറ്റേഷ്യസ് റൂട്ടും ടാപ്പ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടാപ്പ് റൂട്ട് ഈസ് നത്തിങ് ബട്ട് ഡെവലപ്ഡ് ഫ്രം ദ റാഡിക്കൽ ആൻഡ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാൻ ദ റാഡിക്കൽ. റാഡിക്കലി നല്ലാതെ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റെം റീജിയനിൽ നിന്നോ ഒക്കെ റൈസ് ചെയ്യുന്ന റൂട്ടിനെയാണ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. വാസ്കുലാർ ക്യാമ്പിയാണ് സെക്കൻഡറി സൈലവും ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാസ്കുലാർ ക്യാമ്പിയം രണ്ട് തരത്തിലുണ്ട്. ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ഉണ്ട്, ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ഉണ്ട്. ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ആണ് ഈ സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിന്റെ കേസിൽ അത് പ്രൈമറി ഇൻ ഒറിജിൻ ആണ്. ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. അതുകൊണ്ട് തന്നെ വാസ്കുലാർ ക്യാമ്പിയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം ഈസ് both primary in origin and secondarily in origin. Primary meristem, that is the intravesicular cambium, and secondary meristem, it is intervesicular cambium. That's it. Next one. Plants having little or no secondary growth are. ഒട്ടും secondary growth കാണിക്കാത്ത plants grasses ആണ്. സൈക്കാഡ്സിൽ secondary growth ഉണ്ട്. കോണിഫേഴ്സ് secondary growth കാണിക്കുന്നുണ്ട്. ഡെസിഡുവസ് ആൻജിയോസ്പേമിലും secondary growth കാണിക്കുന്നുണ്ട്. സൈക്കാഡ്സും കോണിഫേഴ്സും വന്നിട്ട് ജിംനോസ്പേംസ് ആണ് കേട്ടോ. So this is all about the question paper 2018. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്ത് കഴിയാവുന്ന ഒരു 10-40 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ മതി ഇത് ആൻസർ ചെയ്യാനായിട്ട്. ഞാനിത് എക്സ്പ്ലനേഷനോട് കൂടി പറഞ്ഞതുകൊണ്ട് എത്രയും സമയം എടുത്ത്, അല്ലെങ്കിൽ
വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കൊള്ളണം കേട്ടോ.